കമ്പ്യൂട്ടർ. പകലുറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് ഉണർന്ന് സേതുരാമൻ ഭാര്യയെ വിളിച്ചു. സുമതി അപ്പോഴേക്കും ചായയുമായി എത്തിയിരുന്നു. സേതുരാമന് ചായ പതിവുള്ളതാണ്. രാവിലെ ഉറക്കമുണർന്നാലും പകലുറക്കമുണർന്നാലും ചായ പതിവുള്ളതാണ്. സേതുരാമൻ ദിവാസ്വപ്നത്തിൽ എന്നവണ്ണം സുമതിയോട് പറഞ്ഞു, ഞാൻ ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കുന്നില്ല. വേണമെങ്കിൽ അവർ എന്നെ നിർബന്ധിച്ച് പിരിച്ചുവിട്ടുകൊള്ളട്ടെ. VRS എടുത്ത് പിരിയുന്നില്ല. സേതുരാമൻ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടൻ്റാണ്. തൻ്റെ സർവീസ് കാലഘട്ടത്തിലൊരിക്കലും ജോലിയിൽ വീഴ്ച വരുത്തിയിട്ടില്ല. തൻ്റെ ജോലിയിൽ വിശ്വസ്തത പുലർത്തിയിട്ടുണ്ട് താനും. സേതുരാമ, എൻ്റെ PF എത്രയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടിശ്ശിക കിട്ടിയില്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാലും സേതുരാമന് ഉത്തരമുണ്ടായിരിക്കും. സേതുരാമൻ കമ്പനി കണക്കുകൾ വള്ളിപ്പുള്ളി മനപ്പാടമാക്കി. ഹെഡ് ഓഫീസിൽ നിന്നും ഏതെങ്കിലും അക്കൗണ്ടിലെ ബാലൻസ് ചോദിച്ചാലും സേതുരാമന് കൃത്യമായി മറുപടി പറയാൻ കഴിയും. അക്കൗണ്ടിങ്ങിലുള്ള സേതുരാമൻ്റെ പരിജ്ഞാനം അത്രയ്ക്ക് പ്രബലമായിരുന്നു. ആ സേതുരാമനാണ് VRS എടുത്ത് ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കണമോ വേണ്ടയോ എന്ന് സംശയിച്ചു നിൽക്കുന്നത്. കമ്പനിയിൽ പുതുതായി കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കുന്നു എന്ന് കേട്ട മുതൽ സേതുരാമന് ഭയപ്പാട് കയറിയതാണ്. ഇനി ഏറിയാൽ 3 വർഷം കൂടി. അതിനുശേഷം എല്ലാവരെപ്പോലെയും താനും പിരിയേണ്ടതാണ് എന്ന് സേതുരാമൻ അറിയാം. എന്നിട്ടും കമ്പ്യൂട്ടറൈസേഷൻ എന്ന് കേട്ടതു മുതൽ ഉള്ളിൽ ഒരാശങ്ക. താൻ ജോലിക്ക് യോഗ്യനല്ല എന്ന തോന്നൽ സേതുരാമനിൽ വേരോടി. കമ്പനിയിൽ കമ്പ്യൂട്ടർ സ്ഥാപിക്കാൻ ആൾ വന്ന ദിവസം സേതുരാമന് അന്ന് പതിവില്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെട്ടു. കൂടെയുള്ള തോമസിനെ വിളിച്ച് കുപ്പിയിൽ വെള്ളം ഇടിപ്പിച്ചു. മതി വരുവോളം വെള്ളം കുടിച്ച് സേതുരാമൻ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. തോമസ് കുട്ടി ചോദിച്ചു, സേതുരാമ, നമുക്ക് ആശുപത്രിയിൽ ഒരു ചെക്കപ്പ് നടത്തിയാലോ? സേതുരാമൻ ആശുപത്രിയിൽ പോകണമെന്നോ വേണ്ട എന്നോ മറുപടി പറഞ്ഞില്ല. സേതുരാമൻ ആശുപത്രിയിൽ പോകാൻ തയ്യാറായിരുന്നില്ല. മുഴുവനാക്കാതെ സേതുരാമൻ ചോദിച്ചു, കമ്പ്യൂട്ടർ? മറുപടി എന്നോണം തോമസ് കുട്ടി പറഞ്ഞു, അവർ പോയിട്ടില്ല. അസുഖമില്ലെങ്കിൽ വരൂ, നമുക്ക് കമ്പ്യൂട്ടർ പരിശോധിക്കാം. തോമസ് കുട്ടി ക്ഷണിച്ചു. തോമസ് കുട്ടിയോടൊത്ത് സേതുരാമൻ കമ്പ്യൂട്ടറിനടുത്തേക്ക് മാറി നിന്നു. തോമസ് കുട്ടി കമ്പ്യൂട്ടറിൽ എന്താണ് ചെയ്യുന്നതെന്ന് സേതുരാമന് മനസ്സിലായില്ല. അയാൾ കോളങ്ങൾ വരയ്ക്കുന്നതും അക്കങ്ങൾ ചേർക്കുന്നതും നോക്കി സേതുരാമനിരുന്നു. തോമസ് കുട്ടി, നിനക്ക് ഈ സൂത്രം അറിയാമോ? സേതുരാമൻ മടിച്ചു ചോദിച്ചു. തോമസ് കുട്ടി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ, ഇതത്ര കാര്യമൊന്നുമല്ല. കമ്പനി ഒരാഴ്ചത്തെ ട്രെയിനിങ് തരുന്നുണ്ടല്ലോ, അത് ധാരാളം. കമ്പനി ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ സേതുരാമൻ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഏറിയാൽ 3 വർഷം. അത് കഴിയും വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. പുതിയതായി ഒന്ന് പഠിക്കുക എന്നത് സേതുരാമൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. തോമസ് കുട്ടി, ഞാനൊന്ന്. സേതുരാമൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. തോമസ് കുട്ടി മാറി നിന്നു. സേതുരാമൻ സീറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചു. തോമസ് കുട്ടി പറയും പോലെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലുള്ള മാറ്റം സേതുരാമൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കമ്പ്യൂട്ടറിൽ കമ്പനിയുടെ പേരുൾപ്പെടെ അക്കൗണ്ട് പുസ്തകത്തിൽ എന്ന പോലെ തെളിഞ്ഞു വരുന്നത് സേതുരാമൻ അമ്പരപ്പോടെ നോക്കി നിന്നു. പോകും വഴി കമ്പ്യൂട്ടർ പഠനം നടത്താൻ സേതുരാമൻ തീരുമാനിച്ചു. ഏറിയാൽ 3 വർഷം. അതിനുശേഷം പിരിയേണ്ടതാണ്. കമ്പനി അക്കൗണ്ടുകൾ കമ്പ്യൂട്ടറിലാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കമ്പ്യൂട്ടർ പഠിക്കണം പോലും സുമതി കേൾക്കാൻ എന്നോണം പറഞ്ഞതാണ്. എങ്കിലും മനസ്സിൽ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് തന്നെ സേതുരാമൻ തീരുമാനിച്ചു. കമ്പനി കമ്പ്യൂട്ടർ പഠനത്തിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. സേതുരാമന് വല്ലാത്ത ഉത്സാഹം തോന്നി. സേതുരാമൻ ഓഫീസിൽ കയറി സീറ്റിലിരുന്നതേയുള്ളൂ. കമ്പ്യൂട്ടറിന് മുന്നിൽ തോമസ് കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. തോമസ് കുട്ടി വിളിച്ചു പറഞ്ഞു, കമ്പനി VRS പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്നവർക്ക് തെറ്റില്ലാത്ത തുകയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തോമസ് കുട്ടി ശബ്ദം താഴ്ത്തി പറഞ്ഞു, പിരിഞ്ഞു പോയിട്ട് മറ്റെന്തു ചെയ്യാനാ? സേതുരാമന് അത് ഒരു പുതിയ ആശയമായിരുന്നു. സേതുരാമൻ എഴുന്നേറ്റ് തോമസ് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കോപ്പി എടുത്ത് നീട്ടിക്കൊണ്ട് തോമസ് കുട്ടി പറഞ്ഞു, 3-1 പേരെ പുറത്താക്കാനാണ് ശ്രമം. സേതുരാമൻ വലിയ ചിന്തയിലായിരുന്നു. മനസ്സിൽ കണക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സുമതി അവിടെ വന്ന് നിന്നതും സേതുരാമൻ അറിഞ്ഞില്ല. സുമതി പറഞ്ഞു, മോനെ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന്. സേതുരാമൻ ചിന്തയിൽ നിന്നുണർന്നു. സുമതി വീണ്ടും ആവർത്തിച്ചു, അവനെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകണമെന്ന്. സേതുരാമൻ പറഞ്ഞു, പോകണം, തീർച്ചയായും പോകണം. അത് പറയുമ്പോൾ കമ്പ്യൂട്ടറുള്ള തൻ്റെ അറിവില്ലായ്മയായിരുന്നു സേതുരാമൻ്റെ മനസ്സിൽ. സേതുരാമൻ ബാങ്ക് പലിശ നിരക്കുകൾ ഓരോന്നായി പരിശോധിച്ചു. ബാങ്ക് പലിശ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ഏറിയാൽ 6000, അതിൽ കൂടുതൽ കിട്ടില്ല.
സുമതിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. ഇത്രയും തുക കിട്ടുമെങ്കിൽ പിരിയാൻ ഉപദേശിക്കണമെന്നുണ്ടായിരുന്നു. സുമതി മൗനം പാലിച്ചതേയുള്ളൂ. സേതുരാമന് തന്നേക്കാൾ പരിജ്ഞാനമുണ്ട്. മകളെ കെട്ടിക്കണം, മകനൊരു ജോലി, അത്രയുമേ സുമതി ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് സേതുരാമന് നന്നായിട്ടറിയാം. സുമതി ഇടയ്ക്കിടെ അത് ഓർമ്മിപ്പിക്കാറുള്ളതാണ്. കമ്പ്യൂട്ടർ പഠനം സേതുരാമൻ മുടക്കാറില്ല. കമ്പനിയിലെ കണക്കുകൾ തോമസ് കുട്ടിയെ ഏൽപ്പിച്ചു. തോമസ് കുട്ടി കണക്കുകൾ കമ്പ്യൂട്ടറിലാക്കി കോപ്പി എടുത്തു കൊടുക്കും. സേതുരാമൻ മനസ്സിലോർത്തു, എന്തിനു പിരിയണം? മാത്രമല്ല 3 വർഷം മറ്റൊന്നും ചെയ്യുക തന്നെ കൊണ്ടാവില്ല. സേതുരാമൻ തൻ്റെ ഉറച്ച തീരുമാനം പ്രഖ്യാപിച്ചു. താൻ സ്വയം പിരിഞ്ഞു പോകുന്നില്ല.